ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഏറെ സ്നേഹമുള്ള സഹോദരങ്ങളെ, പരിശുദ്ധ സഭ ശ്ലീഹ നോയമ്പിലേക്ക് അഥവാ 13 നോയമ്പിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഇന്ന് നാം ധ്യാനിക്കുന്നത് വിശുദ്ധ യാക്കോബ് ശ്ലീഹായെ കുറിച്ചാണ്. ഗലീലയിലെ മീൻപിടുത്തക്കാരനായ സബദിയുടെ പുത്രനായിരുന്നു യാക്കോബ്. യാക്കോബ് ശ്ലീഹായും യോഹന്നാൻ ശ്ലീഹായും സഹോദരങ്ങളാണ്. ഇടിമുഴക്കത്തിന്റെ മക്കൾ എന്ന് ഇവർ അറിയപ്പെടുന്നു. ഗലീലയിലെ ഒരു സാധാരണ മീൻപിടുത്തക്കാരൻ ദൈവം തെരഞ്ഞെടുത്ത് യേശുക്രിസ്തുവിന്റെ ഏറ്റവും അടുത്ത അപ്പോസ്തലന്മാരിൽ ഒരാളായി യാക്കോബിനെ രൂപാന്തരപ്പെടുത്തി. യാക്കോബ് നാമധാരികളായ മറ്റുള്ളവരിൽ നിന്ന് തിരിച്ചറിയുവാനായി ഈ വിശുദ്ധനെ വലിയ യാക്കോബ് എന്ന പേരിലും അറിയപ്പെടുന്നു. യേശുവിന്റെ പരസ്യ ശുശ്രൂഷ നാളുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട സന്ദർഭങ്ങളിലും സംഭവങ്ങളിലും ഇടം പിടിച്ച വ്യക്തിയായിരുന്നു യാക്കോബ്. വിശുദ്ധ പത്രോസിനും വിശുദ്ധ യോഹന്നാനും ഒപ്പം യേശുക്രിസ്തുവിന്റെ രൂപാന്തരീകരണത്തിന്റെ സാക്ഷ്യം വഹിക്കുവാനുള്ള ഭാഗ്യം ലഭിച്ച വ്യക്തിയാണ് യാക്കോബ്. യായിറോസിന്റെ മകളെ ഉയർപ്പിക്കുമ്പോഴും ഗെത്സമൻ തോട്ടത്തിലെ കഠിന യാതനയുടെ സമയത്തും ക്രിസ്തുവിന്റെ അടുത്ത് ഇരിക്കുവാനുള്ള ഭാഗ്യം യാക്കോബിന് ലഭിച്ചു. യേശുവിന്റെ സ്വർഗാരോഹണത്തിന് ശേഷം പെന്തക്കോസ്ത് ദിവസം യാക്കോബ് മറ്റു ശിഷ്യന്മാരെ പോലെ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞവനായി പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തോടുകൂടെ അനേക ഇടങ്ങളിൽ പോയി ദൈവരാജ്യം പ്രസംഗിക്കുവാൻ തക്കവണ്ണം, സുവിശേഷം പ്രസംഗിക്കുവാൻ തക്കവണ്ണം, പ്രേക്ഷിത പ്രവർത്തനം നടക്കുവാൻ തക്കവണ്ണം ഇടയായി. യേശുക്രിസ്തുവിന്റെ ഉയർപ്പിന് ശേഷം സുവിശേഷ പ്രസംഗത്തിനായി യാത്ര തിരിച്ച യാക്കോബ് പ്രവർത്തിച്ച അനേകം അത്ഭുതങ്ങളും മാനസാന്തരങ്ങളും കണ്ട് യഹൂദന്മാർ വല്ലാതെ രോഷാകുലരായി. അവർ അദ്ദേഹത്തെ കൊല്ലുവാൻ തീരുമാനിച്ചു. അന്ന് യൂദയായിലെ നാടുവാഴി ഹെരോദാസ് അഗ്രിപ്പ യഹൂദരെ പ്രീതിപ്പെടുത്തുന്നതിനായി വിചാരണ കൂടാതെ തന്നെ അദ്ദേഹത്തെ വധിക്കുകയാണ്. അപ്പോസ്തല പ്രവൃത്തികൾ 12-ാം അധ്യായത്തിൽ നമുക്കിത് കാണുവാനായിട്ട് കഴിയും. കൊലക്കളത്തിലേക്കുള്ള യാത്രയിലും അദ്ദേഹം ഒരു തളർവാദ രോഗിയെ സുഖപ്പെടുത്തിയതായി ചരിത്രം രേഖപ്പെടുത്തുന്നു. മരണത്തിന് മുമ്പിലും പ്രകടിപ്പിച്ച വിശ്വാസവും ധൈര്യവും കണ്ട് ഒരു ന്യായാധിപൻ പ്രമുഖൻ മാനസാന്തരപ്പെട്ടു ക്രിസ്ത്യാനിയാണെന്ന് സ്വയം പ്രഖ്യാപിച്ചു. അവ രണ്ടുപേരും ശിരസ് അന്ന് വിച്ഛേദിക്കപ്പെട്ടു. ഏകദേശം AD 42 ഈ സംഭവം ഉണ്ടായതെന്ന് അനുമാനിക്കപ്പെടുന്നു. മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം 39 നാം വായിക്കുന്ന വചനപ്രകാരം, ഞാൻ കഴിക്കുന്ന പാനപാത്രം നിങ്ങൾ കുടിക്കുകയും ഞാൻ ഏൽക്കുന്ന സ്നാനം നിങ്ങൾ ഏൽക്കുകയും ചെയ്യും നിശ്ചയം എന്ന് യേശുക്രിസ്തുവിന്റെ പ്രവചനം നിറവേറ്റപ്പെട്ടു. യേശുക്രിസ്തുവിന്റെ ശിഷ്യന്മാരിൽ രക്തസാക്ഷിയാകുന്ന ആദ്യത്തെ വ്യക്തിയായി മാറി യാക്കോബ്. യാക്കോബിന്റെ ശ്ലീഹായുടെ ജീവിതം നമുക്ക് നൽകുന്ന സന്ദേശം, ഒന്നാമതായി ദൈവം നമ്മെ വിളിക്കുമ്പോൾ ആ വിളിക്ക് നാം ഉത്തരം കൊടുക്കണം. അവനെ ആ വിളിക്ക് യോഗ്യമാമെന്നും അവനെ അനുഗമിക്കുവാനും നാം തയ്യാറാകണം. ക്രിസ്തു വിളിച്ചപ്പോൾ തന്നെ തങ്ങളുടെ വഞ്ചിയും വലയും പിതാവിനെയും ഒക്കെ ഉപേക്ഷിച്ച്
ക്രിസ്തുവിനെ അനുഗമിച്ച യാക്കോബ് ശ്ലീഹായെ നമുക്ക് മാതൃകയാക്കാം. യാക്കോബും ഇടയ്ക്കൊക്കെ കാലുകൾ ഇടറിയേക്കാം. ജീവിതയാത്രയിൽ സ്വാർത്ഥത കടന്നു വരാം. അധികാര സ്ഥാനം നമ്മളെ അലട്ടിയേക്കാം. എന്നാൽ ക്രിസ്തുവിനുള്ള സ്നേഹത്തെ പ്രതി അവൻ നമ്മെ വിളിക്കുമ്പോൾ നാം പ്രതിസ്നേഹം പ്രകടിപ്പിക്കേണ്ടിയിരിക്കുന്നു. ക്രിസ്തുവിന് വേണ്ടി, ക്രിസ്തുവിന്റെ സുവിശേഷത്തിനു വേണ്ടി യാക്കോബ് ശ്ലീഹായുടെ മാതൃക നമുക്ക് ജീവിതത്തിൽ നമുക്ക് സ്വീകരിക്കാം. രണ്ടാമതായി യാക്കോബ് ധൈര്യശാലി ആയിരുന്നുവെന്ന് നമുക്ക് കാണുവാൻ കഴിയും. ധീരതയോടുകൂടി ക്രിസ്തുവിനെ അനുഗമിച്ച വ്യക്തിയായിരുന്നു യാക്കോബ്. അതുകൊണ്ട് തന്നെയാണ് ആദ്യത്തെ രക്തസാക്ഷിയാകുവാൻ യാക്കോബ് ശ്ലീഹായ്ക്ക് കഴിഞ്ഞത്. ധീരതയോടുകൂടി ക്രിസ്തുവിന് വേണ്ടി, തൻ്റെ സുവിശേഷത്തിന് വേണ്ടി നിൽക്കുവാൻ മനസ്സ് കാണിച്ച വ്യക്തി. ക്രിസ്തീയ ജീവിതം വിശ്വാസത്തിൻ്റെയും ധീരതയുടെയും ജീവിതമാണ്. ഭയത്തിന് അവിടെ സ്ഥാനമില്ല. അതുകൊണ്ടാണ് ഒരിക്കൽ കാറ്റിലും തിരയിലും അകപ്പെട്ട തങ്ങളുടെ വള്ളങ്ങൾ ആടി ഉലഞ്ഞപ്പോൾ ഭയപ്പെട്ടുപോയ ശിഷ്യന്മാരോട് കർത്താവ് ചോദിക്കുന്നുണ്ട്, അല്പവിശ്വാസികളെ, നിങ്ങൾ എന്തിനാണ് ഭയപ്പെട്ടത്? നമ്മുടെ ജീവിതവും യാക്കോബ് ശ്ലീഹായുടെ വിശ്വാസ ജീവിതത്തെ നമുക്ക് മാതൃകയാക്കാം. മൂന്നാമതായി, സ്വാർത്ഥതയോ അസൂയയോ ഒന്നുമില്ലാത്ത ഒരു വ്യക്തിയായിരുന്നു യാക്കോബ് ശ്ലീഹ. സഹോദരനായ യോഹന്നാന്റെ നിഴലിൽ മാത്രം നടന്ന വ്യക്തി. മറ്റെല്ലാ അപ്പോസ്തലന്മാരെ പോലും എവരെയും സൗഹൃദവും സ്നേഹവും പ്രകടിപ്പിച്ച വ്യക്തി. നാലാമതായി, അസാധാരണമായ വിശ്വാസത്തിന്റെ ഉടമയായിരുന്നു യാക്കോബ്. ക്രിസ്തുവിനോടുള്ള അചഞ്ചലമായ വിശ്വാസം വെച്ചു പുലർത്തുകയും തന്റെ ഗുരുവിനോട് ചേർന്ന് നിൽക്കുവാൻ തക്കവണ്ണം തങ്ങളെ തന്നെ ഒരുക്കുകയും ചെയ്ത വ്യക്തി. അവസാനമായി, കഷ്ടതയിൽ ക്രിസ്തുവിന് സാക്ഷ്യം നിർവഹിച്ച വ്യക്തി. വേദനയുടെ നടുവിലും വാളിനാൽ കൊല്ലപ്പെടുന്ന അവസ്ഥയിലും ക്രിസ്തുവിനെ ഉയർത്തിപ്പിടിച്ച വ്യക്തി. പാരമ്പര്യമനുസരിച്ച് മരണസമയത്ത് പോലും യാക്കോബിന്റെ വിശ്വാസവും യാക്കോബിന്റെ ധൈര്യവും അനേകരെ ക്രിസ്തുവിലേക്ക് ആദായപ്പെടുത്തുവാൻ തക്കവണ്ണം കഴിയുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിലും അപ്രകാരം യാക്കോബ് ശ്ലീഹായെ മാതൃകയാക്കിക്കൊണ്ട് അനേകരെ ഈ ക്രിസ്തുവിലേക്ക് ആദായപ്പെടുത്തുവാൻ, നേടിയെടുക്കുവാൻ തക്കവണ്ണം നമ്മുടെ ജീവിതത്തെയും ഈ നാളുകളിൽ നമുക്ക് ഒരുക്കാം. ദൈവം സഹായിക്കട്ടെ. യാക്കോബ് ശ്ലീഹായുടെ പ്രാർത്ഥനയും മധ്യസ്ഥതയും നമുക്ക് കോട്ടയായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകളെ നിർത്തുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.